ഹായ് ഹലോ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ടർ ബാലയെ കുറിച്ചിട്ട്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഏതൊരു കാര്യവും വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ ചെയ്ത ആ വീഡിയോ അതിലെന്ത് പറഞ്ഞിരിക്കുന്നോ അതിൽ തന്നെയാണ് ഇപ്പോഴും 100% ഉറച്ചു നിൽക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആളുകൾ പരാമർശിച്ചിരുന്നു, ബാല പിന്നെ ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഓക്കെ, അതുകൊണ്ട് ഒരു നല്ല വ്യക്തി ആവണമെന്നില്ലെന്ന്. എന്തിന്റെ ബേസിൽ അങ്ങനെ പറഞ്ഞത്? ഒരു ചാരിറ്റി ചെയ്യുന്ന മനുഷ്യന്റെ മനസ്സ് അത്ര നല്ലതാവണം എന്നില്ലെന്ന്. ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഒരു നല്ല വ്യക്തിത്വത്തിന് മാത്രമേ ചാരിറ്റി പ്രവൃത്തി ചെയ്യാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന്റെ സ്വത്ത് മൊത്തം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഇവിടെ എത്രയോ പേരെ നമ്മളെ കണ്ടിട്ടുണ്ട്. എന്തുമാത്രം സ്വത്തുണ്ടെങ്കിലും എല്ലാം സ്വന്തം കയ്യിൽ മതി, മൊത്തം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. അതിൽ നിന്ന് ബാല അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. അതിൽ നിന്ന് കുറച്ച് പാവത്തുങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, അദ്ദേഹം ലൈഫിൽ ചെയ്ത ഒരു തെറ്റ് എന്താന്ന് ചോദിച്ചാൽ, ഒരു മലയാളി പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചു. അതാണ് അയാൾ ചെയ്ത തെറ്റ്. അത് 100% അടിവരയിട്ട് പറയാം. അദ്ദേഹം ചെയ്ത തെറ്റ് അത് മാത്രമാണ്. ഇന്ന് അദ്ദേഹം അതോർത്ത് ഓരോ നിമിഷവും നീറിയാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡിപ്രഷന്റെ ബേസിലാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. ഏതൊരു വ്യക്തിയാണെങ്കിലും ഇങ്ങനെ തന്നെ സംസാരിക്കത്തുള്ളൂ. കോടതി ഓർഡർ കൊടുത്തിട്ടുണ്ട്, മകളെ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും കാണിക്കണമെന്ന്. അത് അമൃത അനുസരിക്കുന്നുണ്ടോ? അനുസരിക്കുന്നില്ല. ഒരു ഫംഗ്ഷനും മകളെ കൊണ്ടുവന്ന് കാണിക്കുന്നില്ല. അപ്പൊ കോടതിയെ പോലും, കോടതിയുടെ ഒരു ഉത്തരവിനെ പോലും ലംഘിക്കുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? നല്ല വ്യക്തിത്വം എന്ന് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ആ അച്ഛനുണ്ടാകുന്ന വേദന എന്താണെന്നറിയാമോ? എന്തുമാത്രം ഡിപ്രഷൻ അവസ്ഥയിലായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും പല ഫംഗ്ഷൻ വരും, എല്ലാ മനുഷ്യരും ഒത്തുകൂടുന്നു, ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നത് എല്ലാം അദ്ദേഹം കണ്ടോണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ കുഞ്ഞു മനസ്സിലും കാണത്തില്ലേ ഒരു ആഗ്രഹം? കുഞ്ഞുകുട്ടി പപ്പയെന്ന് വിളിച്ച് കേൾക്കാൻ ഒരു ആഗ്രഹം കാണത്തില്ല. അതുപോലും ചെയ്യുന്നില്ല. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഫോണിൽ കൊടുക്കത്തില്ല. ഈ അമൃതയെ ന്യായീകരിക്കുന്ന വ്യക്തികൾ ഒന്ന് ചിന്തിക്കും. ഇപ്പൊ പലരും വന്നിട്ട് വീഡിയോ ചെയ്യുന്നു. ഇപ്പൊ ലാസ്റ്റ് ഹൈദരാലി ആയിട്ടുള്ള ഇന്റർവ്യൂ കണ്ടതിന് ശേഷം പലരും വന്നിട്ട് പറയാം, അത് കണ്ടപ്പോ ഞങ്ങൾക്ക് വിഷമം തോന്നി കേട്ടോ. ഇപ്പോഴാണോ നിങ്ങൾ മനസ്സിലാക്കിയത് ആക്ടർ ബാല എന്തുമാത്രം വിഷമം അനുഭവിക്കുന്നത്? ഇപ്പോഴാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാര്യം, അമൃത ഒരു മനസാക്ഷി ഇല്ലാതെയാണ് പെരുമാറുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ കാര്യം, ഞാൻ ഡിവോഴ്സ് ചെയ്തൊരു വ്യക്തിയാണ്. എൻ്റെ മകളടുത്ത് ഞാൻ ഒരിക്കലും ഫോൺ ചെയ്യാൻ പാടില്ലെന്നോ, അച്ഛനെ സ്നേഹിക്കാൻ പാടില്ലെന്നോ, പോയി കാണാൻ പാടില്ലെന്നോ ഒരു കാര്യത്തിലും ഞാൻ വിലക്ക് കൽപ്പിച്ചിട്ടില്ല. ഏത് സെക്കൻഡിൽ ഏത് പാതിരാത്രിയും ഫോൺ വിളിക്കാം. ഞാൻ ഒരു വിലക്കും കൽപ്പിച്ചിട്ടില്ല. അവൾക്ക് പ്രത്യേക ഒരു ഫോണുണ്ട്, അതിൽ വിളിക്കും. അപ്പോൾ അതൊക്കെ ഒരു മനസാക്ഷിയാണ്. നമ്മുടെ സിനിമയിൽ തന്നെ നമുക്ക് നോക്കിയ ദിലീപും മഞ്ജു വാര്യരും ഡിവോഴ്സായി. അവര് തങ്ങളിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നുണ്ടോ? മഞ്ജു മകള ദിലീപിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ബാല ഇവിടെ ചെയ്യുന്നത് എന്താണ്? എന്ത് ക്രൂരതയാണ് ചെയ്യുന്നത്? ഒരു കുട്ടിക്ക് കിട്ടേണ്ട സ്നേഹം, അച്ഛന്റെ സ്നേഹം കിട്ടേണ്ട സമയത്ത് കിട്ടണം. എന്നെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. 18 വയസ്സായിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. 8 വയസ്സ് കിട്ടേണ്ട സ്നേഹം 8 വയസ്സിൽ തന്നെ കിട്ടണം. അത് ബാല എടുത്ത് പറയുന്നുണ്ട്. എൻ്റെ മോളെ ഒരു മാലാഖയെ പോലെ കാണാനാണ് എനിക്ക് ആഗ്രഹം, കാള പോലെ വളർന്നിട്ട് കാണാനല്ലെന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? ആ കുഞ്ഞ് അച്ഛന്റെ സ്നേഹം അറിയണം. അപ്പൊ ഫോണിൽ പോലും സംസാരിക്കാൻ സമ്മതിക്കാത്ത അമൃതയുടെ മനസ്സ് എന്തുമാത്രം ഇടുങ്ങിയതാണെന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ഞാനൊക്കെ ഇന്ന് ഒരു വിലക്കും വെക്കാത്ത, എനിക്കറിയാം 18 വയസ്സ് വലുതാകുമ്പം മക്കൾ വന്നിട്ട് അമ്മയോട് ചോദിക്കും, അമ്മ എന്തിനാണ് വിലക്കിയത്, അച്ഛന്റെ സ്നേഹം എന്തിനാണ് വിലക്കിയതെന്ന് ചോദിച്ചിരിക്കും. നമുക്ക് നല്ല പോലെ അറിയാം. ആ കുഞ്ഞു മനസ്സിന് കിട്ടേണ്ട സമയത്താണ് സ്നേഹം കിട്ടേണ്ടത്, എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ആ ഡിപ്രഷനിലാണ് തീർത്തും ബാല വന്ന് ഇപ്പൊ സംസാരിച്ചത്. ഞാൻ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ കണ്ടു. ഒരു ലൈവിൽ ഞാൻ ബാലയുടെ ഒരു ലൈവ് കണ്ടിരുന്നു. ഇതുപോലെ ഫോൺ വിളിക്കുന്നുണ്ട് ഒരുപാട് 2-3. അപ്പോഴും ബാല പറഞ്ഞുണ്ട്, ഞാൻ ഒരു അഭയാർത്ഥിയെ പോലെയാണ് എൻ്റെ മോളെ കാണണമെന്ന് പറയുന്നത്.
ഞങ്ങളെന്ത് ഞാനും എൻ്റെ ഫാമിലി കുപ്പത്തൊട്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു കുപ്പത്തൊട്ടിയുടെ വിലയെ തരുന്നുള്ളൂ എന്ന്. അതൊക്കെ അമൃത കാണിക്കുന്നത് തീർത്തും തെറ്റാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഒരു പ്രാവശ്യം ഫോൺ വിളിക്കുന്നു, 2 പ്രാവശ്യം എടുക്കത്തില്ല, ഫോൺ എടുക്കത്തില്ല. പല പ്രാവശ്യം വിളിച്ചാലും ഫോൺ എടുക്കില്ല. ലാസ്റ്റ് എടുത്തിട്ട് പറയും അമ്മയ്ക്കില്ലേ സുഖമില്ല, മോള് ട്യൂഷന് പോയി, ഒരു 100 ന്യായം പറയും. അപ്പോഴും ദേഷ്യത്തില് പിന്നെ ബാല ചോദിക്കുന്ന ഒരു സെന്റൻസ്, നീ ആരെ കൂടെ എന്ന് ഞാൻ തിരക്കുന്നില്ല, നീ ആരെ കൂടെയോ പൊയ്ക്കോ, ഇങ്ങനെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്. അത് അത്രയും ദേഷ്യത്തിൽ, അത്ര ക്ഷമ കെട്ടിട്ടാണ് ബാല അത് ചോദിക്കുന്നത്. എന്റെ മോൾ എവിടെ എന്നാണ് ചോദിക്കുന്നത്. അതൊരു അച്ഛന്റെ അവകാശമാണ്. ഹൈദരാലി എന്ന വ്യക്തി ബാലയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഈ ഒരു ഇന്റർവ്യൂ പെട്ടെന്ന് നടത്തിയത് ഒറ്റ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ബാലയുടെ നിരപരാധിത്വം ജനങ്ങൾ അറിയണം. ബാല എന്തുമാത്രം ഡിപ്രഷൻ അനുഭവിക്കുന്നെന്ന് ജനങ്ങൾ അറിയണം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം വന്ന് ബർത്ത്ഡേക്ക് പറഞ്ഞു എന്ന് അറിയണം. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു ഇന്റർവ്യൂ പെട്ടെന്ന് നടത്തിയത്. അത് കണ്ടപ്പോൾ പലരും വന്ന് പറയുന്നു, അയ്യോ വിഷമായിപ്പോയി, അത് കഷ്ടമാണല്ലോ, ഒരു കുഞ്ഞിനെ കാണിക്കാത്തത് കഷ്ടമാണല്ലോ എന്നൊക്കെ. അദ്ദേഹം ഇത്രയും വർഷം അനുഭവിച്ച വിഷമം എന്തായിരിക്കും? ഒരു അപ്പാന്നൊരു വിളി കേൾക്കാൻ വേണ്ടി ആ മനുഷ്യൻ കൊതിക്കുന്നെന്ന് പറയുമ്പോൾ എന്തുമാത്രം വിഷമം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കി. என்ன பாவம் பண்ணேன்? அப்ப ஹைகோர்ட் ஆர்டர் வந்து மோசமா திட்டம் ஆர்டர் கொடுத்துருங்க. அப்ப ஒரு பிராവശ്യം பிக்ஷை தண்ணியான சார் ஓப்பனா சொல்றேன், எனக்கு நாணக்கேடு இல்லை. ஒரு பிராവശ്യം കോൺടാക്ട് കാണട്ടെ. ഞാൻ അന്നത്തെ ദിവസം വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫോൺ കോൾ. പാപ്പയുടെ പിറന്നാൾ, പാപ്പ പറയുന്നു ഹാപ്പി ബർത്ത്ഡേ അപ്പ. ഇതിൽ എന്നാ സാർ കുറഞ്ഞു പോകുന്നത്? இந்த ലോകத்துக்கு ഇതിൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? സ്വന്തം മകൾ ഒരു അപ്പനുക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുന്നില്ല. അത് കുട്ടിക്കും കൂടെ തോന്നണ്ടേ? அதுதான் சார். அதான் சொல்றேன், சூப்பர் கொஸ்டின் சார். குட்டி என்ன விட்டு எப்ப போய்? அப்பனா ஒரு வருஷம் நான் குட்டியை வளர்க்குறேன், மூடி வச்சுக்கிறேன், யாரும் இப்ப കാണാൻ പാടില്ല. എന്റെ സ്നേഹം മുഴുവൻ ഞാൻ കാണിക്കാം. ലോകത്ത് ആര് തിരിച്ചു വന്നാലും നിങ്ങൾ തന്നെ പറഞ്ഞു, കുട്ടിയല്ലേ, തിരിഞ്ഞു നോക്കില്ല, അച്ഛൻ്റെ കൂടെ നിൽക്കും. ബ്രെയിൻ തുടങ്ങறதுக்கு முன்னே பிரெயின் வாஷ் பண்ணா உங்க மகள் எடுத்து போயிட்டு நான் ചോദിക്കാം. இப்பதான் எனக்கு ப்ரோவோக் ஆகுது, உங்க கொஸ்டின் எனக்கு ப்ரோவோக் ஆகுது. பட் கேட்கணும், உங்க மகள் எடுத்து போய் கேட்கணும், உன் அച്ഛന്റെ പേരെന്താன்னு சொன்னா என்ன சொல்லுவாங்க? താങ്കളുടെ പേര് പറയും. എന്റെ മകൾ ഇപ്പൊ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? ഹൂ ഇസ് ദ ബയോളജിക്കൽ ഫാദർ? അയാ. ഇനി എത്ര പേര് പറയും എന്റെ മകളിന്റെ ലോകത്ത്? ജന്മം നൽകിയ ഒരാളുടെ പേരല്ലേ കുട്ടി പറയുന്നത്? ചെറുതാണ്, ഇന്ത്യയുടെ കാര്യങ്ങൾ കുട്ടിക്ക് പ്രായമാകുമ്പോൾ കുട്ടിക്ക് വളർത്തുന്നവർ പറയും ഇതാണ് അച്ഛൻ, இந்த പേര് சொல்லணும். അല്ല, അത് കഴിഞ്ഞ ഇതാണ് അച്ഛൻ, இந்த പേര് சொல்லணும். കുട്ടിക്ക് കൺഫ്യൂസ് ആവില്ല, പേരെന്നെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും. அந்த വേദന എല്ലാം മനസ്സിലാവണുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും മനസ്സിലാവുന്നില്ലെന്ന് വിചാരിച്ചു. അല്ല, ഇവിടെയൊക്കെ ഒരു ചോദ്യം പല ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമാണ്. കുട്ടിക്ക് ഒരു പ്രായപൂർത്തിയായിട്ടില്ല, കുട്ടിക്ക് ഒരു പക്വത ആയിട്ടുള്ളൂ, പെൺകുട്ടിയാണ്, ഒരു തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയെ കാണിക്കണമെന്ന് എല്ലാ ശനിയാഴ്ചയും കാണിക്കണമെന്നും, എല്ലാ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ കാണിക്കണമെന്നും, അതോടൊപ്പം തന്നെ ക്രിസ്മസ് കൂടെ കാണിക്കണമെന്ന് കോടതിയുടെ ഉത്തരവുണ്ട്. ഓക്കെ, ആ ഉത്തരവ് ഈ പറയുന്ന അവർക്കും കിട്ടിയിട്ടുണ്ട്, താങ്കളുടെ അടുത്തുണ്ട്. അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 അഭിഭാഷകരുമുണ്ട്. കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഇവിടെ നിയമമുണ്ട്, പോലീസുണ്ട്, ഇല്ലേ? നിയമമുണ്ടല്ലോ, കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ പോലീസ് ഉണ്ടോ? അതെ, നിയമമുണ്ട്. ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പൊ ആ രീതിക്ക് ആ രീതിക്ക് മൂവ് ചെയ്തിരുന്നു. നിയമമുണ്ടില്ല, நம்ம സിമ്പിളാ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കോടതിയിൽ കയറി ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേസിനായിട്ട് 6 വർഷം കയറി ഇറങ്ങിയവനാ. എന്നിട്ടാണ് ഈ വിധി. ഞാൻ കയറി ഇറങ്ങുന്ന പെണ്ണിൽ ഒരു സൂപ്പർ വീഡിയോ വന്ന എന്നെ ഭീഷണിപ്പെടുത്തിട്ട് ഒരു ചിന്ന പയ്യൻ
ഇറക്കിയിരിക്കാൻ அந்த പയ്യനുക്ക് ജീവൻ കൊടുത്തത് ഞാൻ തന്നെയാണ്. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു. 5 വർഷം ഞാൻ ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ല കോടതിയിൽ. പോക്സോ കേസിന് എന്നെ தெரியுமா சார்? என்ன വലിയ കുറ്റം തന്നെയാണ്. അതെ, വലിയ കുറ്റം. 3 വയസ്സുള്ള എന്റെ മകളെ ഞാൻ റേപ്പ് ചെയ്തു. ഞാൻ ചെയ്യുവോ? 1500 മേലുള്ള പിള്ളേരെ ഈ ഭൂമിയിൽ ഇതില് ഏറ്റവും അന്യായമായ ഒരു പ്രസ്താവനയാണ് 3 വയസ്സായ സ്വന്തം മകളെ ബാല റേപ്പ് ചെയ്തു എന്നൊരു സ്റ്റേറ്റ്മെന്റ് അമൃത പറഞ്ഞത്. അതൊരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ഒരച്ഛനൊരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ഒരു പോക്സോ കേസാണ് ബാലയ്ക്കെതിരെ കൊടുത്തത്. അപ്പൊ എന്തിന്റെ ബേസിലാണ് നിങ്ങൾ എല്ലാരും കൂടി ഈ അമൃതയെ വെള്ളപൂശി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇതൊക്കെ ഒരു സ്ത്രീക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനൊക്കെ പറഞ്ഞ് വിജയിക്കുന്നത് എത്ര കാലം ഇങ്ങനെ വിജയിച്ച് നിൽക്കാൻ പറ്റും? എന്നാലും ഇതൊക്കെ പുറത്തു വരത്തില്ലേ?